മാഡത്തിന് ഇത്ര ജാടയാണെങ്കിലേ ഞാനത് പറയുന്നില്ല. രാജു ഏട്ടാ എന്നോട് പറ, ഋതു ചേച്ചിയോട് പറയണ്ട. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ഓക്കെ, അപ്പു പാവായതുകൊണ്ട് ഞാൻ അപ്പുനോട് പറയാം. ഈ വീട്ടില് എക്സാം മാറി എഴുതി ഒരാള് ഫെയിലായ കാര്യം അപ്പുനറിയാലോ. അറിയാം. അയാളുടെ ഒരു കാര്യം ഞാൻ വർമ്മ സാറിനോട് സംസാരിച്ചു. എന്ത് കാര്യം? ഹലോ മാഡം, ഞാൻ സംസാരിക്കുന്നതേ അപ്പുനോടാ. സോ പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ്. ഓ ശരി. അപ്പോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വർമ്മ സാറിനോട് അയാളുടെ റീ എക്സാമിനെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് ഈ രാജവട്ടം ശ്രമിച്ച നടക്കാത്ത കാര്യമുണ്ടെന്ന് അപ്പുന് തോന്നുന്നുണ്ടോ? അപ്പോ ചേച്ചിയെ റീ എക്സാം എഴുതിപ്പിക്കാൻ വെള്ളിച്ച് സമ്മതിച്ചോ? ചേച്ചി, രാജുവേട്ട് പറഞ്ഞ കേട്ടില്ലേ? റീ എക്സാം എഴുതാൻ വെള്ളിച്ച് സമ്മതിച്ചു എന്ന്. ഞാൻ വേഗം ചെന്ന് ഇക്കാര്യം അമ്മയോട് പറയട്ടെ. രാജു, സത്യമാണ് ഈ പറഞ്ഞത്. എനിക്ക് ഒരുപാട് സന്തോഷായി. അച്ഛൻ ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അച്ഛനെ കൊണ്ട് രാജു ഇതെങ്ങനെ സമ്മതിപ്പിച്ചു? രാജുവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്ക് വേണ്ടത് മാഡത്തിന്റെ നന്ദി വാക്കൊന്നുമല്ല. മാഡം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാമിന് ജയിക്കണം. പക്ഷേ മാഡം, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? മാഡത്തിന് എക്സാം എഴുതിക്കാനുള്ള പ്രിപ്പറേഷൻസ് നടത്താൻ എന്നെയാണ് വർമ്മ സാറ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനായിരിക്കും മാഡത്തിന് ട്യൂഷൻ എടുക്കാൻ പോകുന്നത്. പഠനത്തിന്റെ കാര്യത്തിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു കോംപ്രമൈസും മാഡം പ്രതീക്ഷിക്കണ്ട. അതെങ്ങനെ ശരിയാവും? എക്സാമിന് ഞാൻ തനിയെ പ്രിപ്പയർ ചെയ്തോളാം. അതൊന്നും നടക്കില്ല. ഞാൻ തന്നെയാണ് മാഡത്തിന് ട്യൂഷൻ എടുക്കാൻ പോകുന്നത്. വർമ്മ സാറിനെ ഞാൻ വാക്കുകൊടുത്ത. മാഡം ധൈര്യമായിട്ടിരിക്കെ, നല്ല കോൺഫിഡന്റ് ആവ്. മാഡത്തിന് എക്സാം എഴുതിപ്പിച്ച് ജയിപ്പിക്കുന്ന കാര്യം ഈ രാജു ഏറ്റു. ഞാൻ എക്സാം എഴുതി ജയിക്കാൻ പോകുന്നു. അങ്ങനെ ജയിച്ചാ എന്റെ കല്യാണം നടക്കില്ല. ഞാൻ എക്സാം എഴുതും, ജയിക്കും. ഞാൻ എക്സാം എഴുതാൻ പോകുന്നു. താങ്ക് യു രാജു, താങ്ക് യു സോ മച്ച്. ഞാൻ വരച്ച വരയ്ക്കപ്പുറം പോകാത്ത കുട്ടിയായിരുന്നു. എന്റെ നിഴൽവട്ടത്തുനിന്ന് മാറാത്ത ശ്രീലക്ഷ്മി ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വേണുവേട്ടൻ ഇവിടെ ഇല്ലാതിരുന്ന നന്നായി. അല്ലെങ്കിൽ പാവം അങ്ങേര് ഇതൊക്കെ കാണേണ്ടി വന്നേനെ. എന്നാലും ശ്രീലക്ഷ്മി എന്നോട് ഈ ചതി കാട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. രാധമ്മേ, രാധമ്മ എവിടെ ഇരിക്കുക? മോളിരിക്കെ. അമ്മ ഉണ്ടാക്കിയ കുറച്ച് പലഹാരങ്ങളാ, കഴിക്ക്. എന്താ രാധമ്മ മുഖം വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ല മോളെ, എനിക്ക് ചെറിയൊരു തലവേദന പോലെ. രാധമ്മയുടെ ശബ്ദം അടഞ്ഞിട്ടുണ്ടല്ലോ. രാധമ്മ കരയായിരുന്നോ? ഇല്ലല്ലോ. ഞാനെന്തിനാ കരയുന്നത്? എങ്കിൽ പനിക്കുള്ള കോളായിരിക്കും. ശ്രീലക്ഷ്മി എവിടെ? ഞാൻ അവളോട് ഒരു ഗ്ലാസ് ചൂട് ചുക്ക് കാപ്പി എടുക്കാൻ പറയാം. അല്ലെങ്കിൽ രാധമ്മയ്ക്ക് ചുക്ക് കാപ്പി എടുക്കാൻ അവളെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? രാധമ്മ എന്റെയും കൂടി അമ്മയല്ലേ. രാധമ്മയ്ക്ക് ഞാൻ ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാം. 2 മിനിറ്റ്.
രാധമ്മേ, ചുക്ക് കാപ്പി റെഡി. കുടിക്കേ. എങ്കിൽ ഞാൻ പോട്ടെ രാധമ്മേ. എന്താ രാധമ്മേ? എന്റെ മരുമകളായി നീ ഈ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറി വരണമെന്നാ ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് തോന്നേണ്ടവർക്ക് കൂടി തോന്നണ്ടേ മോളെ. എനിക്ക് മോളെ വലിയ ഇഷ്ടാ. രാജുവിനും മോളെ ഇഷ്ടാവുന്ന ഒരു ദിവസം ഉണ്ടാവും. ആ ഒരു ദിവസത്തിന് വേണ്ടിയാ രാധമ്മേ ഓർമ്മ വെച്ച കാലം മുതല് ഞാനീ കാത്തിരിക്കുന്നെ. എന്നെങ്കിലും രാജു എന്റെ സ്നേഹം മനസ്സിലാക്കാതിരിക്കില്ല. ആ ഞാനേ വീട്ടിൽ പോയി പനിയുടെ ടാബ്ലറ്റ് ഉണ്ടോ നോക്കട്ടെ. വീട്ടിലില്ലെങ്കിൽ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങിച്ചോണ്ട് വരാം. എന്തിനാ മോളെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? എന്റെ രാധമ്മയ്ക്ക് വേണ്ടിയല്ലേ. അപ്പൊ ശരി, പോട്ടെ. ശ്രീലക്ഷ്മി ഹരീഷൻ തമ്മിലുള്ള ബന്ധം രുക്മിണി അറിഞ്ഞ അതോടെ എല്ലാം തീരും. ഉറപ്പായും രുക്മിണി ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടും. പാവം രമ്യയുടെ മനസ്സിലെ ആഗ്രഹത്തിനും പിന്നെ രുക്മിണി സമ്മതിച്ചെന്ന് വരില്ല. രാജു, ഫീസ് അടയ്ക്കാൻ കോളേജിൽ പോണം. ഞാൻ ഫ്രീ ആണ് മാഡം. മാഡം ഫ്രീ ആണെങ്കിൽ നമുക്ക് ഉടനെ ഇറങ്ങാം. കേട്ടില്ല അമ്മേ, അവള് വീണ്ടും എക്സാം എഴുതാനുള്ള പുറപ്പാടാ. അവൾ എഴുതട്ടടാ. അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യട്ടെ. നമുക്ക് വേണ്ടതേ അവളുടെ ആസ്തികളുടെ ആധാരമാ. അത് കയ്യിലേക്ക് കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നേ. അതിന് അവൾക്ക് വന്ന കല്യാണാലോചന മുടങ്ങണ്ടേ? മുടങ്ങണം. അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. നീ ആദ്യം അവളുമായി എങ്ങനെയെങ്കിലും ഒന്ന് സൗഹൃദം സ്ഥാപിക്കും. എന്റെ പിന്നെ നമുക്ക് ഇറങ്ങിയല്ലോ മാഡം. ഋതിക, ഫീസ് അടയ്ക്കാൻ കോളേജിൽ ഋതിക ഞാൻ കൊണ്ടുപോവാ. ഏയ് അത് വേണ്ട, അതൊന്നും ശരിയാവില്ല. ജയിക്കുമെന്ന് യാതൊരു ഉറപ്പില്ലാഞ്ഞിട്ട് പോലും ഞാൻ തരുന്ന ഒരു അവസരമാണിത്. എക്സാം ഫീ അടയ്ക്കാനുള്ള പണവും വേസ്റ്റാക്കി എന്നെ നാണം കെടുത്തരുത് എന്ന ചിന്ത ഉണ്ടായാൽ നന്ന്. സർ, രഘു മോളെ, വേഗം പോയി റെഡിയായിട്ട് വാ. കോളേജിൽ പോണ്ടേ? ദീപകിന്റെ കൂടെ ഞാൻ കോളേജിൽ പോവാനോ? റീ എക്സാം ഫീസ് അടയ്ക്കേണ്ട അവസാന ദിവസമായി പോയി. അല്ലെങ്കിൽ ഇന്ന് പോണ്ടെന്ന് വെക്കായിരുന്നു. ദീപകിനെ ഒഴിവാക്കാൻ എന്തോ ഒരു വഴി. പാവ ഋതുമോള് ഏട്ടനെ കരുവാക്കി അമ്മയും മോനും എന്തോ പദ്ധതി ഒരുക്കുക. ദീപക്കേട്ടനെ കാണുന്നത് പോലും ഋതു ചേച്ചിക്ക് വെറുപ്പാ. എന്നിട്ടും അയാൾ ചേച്ചിയുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുക. എത്രയും വേഗം കല്യാണം കഴിഞ്ഞ് ആ കുട്ടി ഇവിടുന്ന് പോയാൽ മതിയായിരുന്നു. പാവം, അങ്ങനെയെങ്കിലും കുറച്ച് സമാധാനത്തോടെ ജീവിക്കട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ ദീപക്കാണെങ്കിൽ എന്റെ കൂടെ കോളേജിലേക്ക് വരുവാണെന്ന് പറയുന്നു. അവനെ ഒഴിവാക്കാൻ എന്താ ഒരു വഴി? ശ്രീലക്ഷ്മി വിളിക്കാം. ഹലോ ഋതു. ശ്രീ, നീ എവിടെയാ? ഞാൻ വീട്ടിലാണ്. നീ എന്തെങ്കിലും തിരക്കിലാണോ? അല്ലല്ലോ, നീ പറഞ്ഞോ. ഓക്കെ, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. വളരെ അത്യാവശ്യമാണ്. എത്രയും വേഗം നീ എന്റെ വീട്ടിലേക്ക് വരണം. എന്നിട്ട് നീ കോളേജിലേക്ക് പോവാണ്, എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വന്നതാണെന്ന് പറയണം. ഞാൻ അങ്ങോട്ട് വരാനോ?
അല്ല ഞാനെന്തിനാ കോളേജിൽ പോകുന്ന? ചേട്ടനോട് പറഞ്ഞോ, ചേട്ടൻ നിന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യില്ലേ? ഞാൻ തന്നെ വരണോ? ശ്രീ പ്ലീസ്, വളരെ അത്യാവശ്യം, നീ വന്നേ പറ്റൂ. എടി, എനിക്ക് ആകെപ്പാടെയുള്ള ഒരേ ഒരു കൂട്ടുകാരി നീ മാത്രമാണെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഒരു സഹായത്തിന് നിന്നെ അല്ലാതെ വേറെ ആരെ ഞാൻ വിളിക്കാനാ? നീ എക്സ്ക്യൂസ് ഒന്നും പറയരുത്. എത്രയും വേഗം നീ ഇവിടെ എത്തിയിരിക്കണം. ഹലോ ഹലോ, ശ്ശോ, ഇവളുടെ ഒരു കാര്യം. പോകാതെ രക്ഷയില്ല. പോയില്ലെങ്കിൽ പിന്നെ അവൾക്ക് പിണങ്ങിയിരിക്കാൻ ഒരു കാരണമാവും. വേഗം റെഡി ആയേക്കാം. ഋതികയെ കാണുന്നില്ലല്ലോ. ഇനി എന്തെങ്കിലും അടവെടുത്ത് എൻ്റെ കൂടെ വരാതിരിക്കാനായിരിക്കും അവളുടെ പ്ലാൻ. അതാണോ അവൾ ഇതുവരെ ഇറങ്ങി വരാത്തത്? ശ്രീ, നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇവിടെ? എക്സാമിന് ജയിച്ചതിന്റെ സ്വീറ്റ്സ് എല്ലാവർക്കും നൽകാൻ വന്നതേട്ടാ. ആണോ? ശരി, വാ നടക്ക. സർ, എക്സാമിന് ജയിച്ചതിന്റെ സന്തോഷത്തില് ചെറിയൊരു മധുരം നൽകാൻ വന്നതാ ശ്രീ. ചെല്ല്. കൺഗ്രാറ്റ്സ് മോളെ. മോൾ എക്സാമിന് ജയിച്ചെന്നും കോളേജ് ടോപ്പർ ആണെന്ന് പറഞ്ഞു. മോൾ ഇനിയും തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഉണ്ട് സർ. ധൈര്യമായിട്ട് പഠിച്ചോളൂ. മോൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ധൈര്യമായിട്ട് എന്നോട് ചോദിക്കാം, കേട്ടോ? തന്റെ ചേട്ടനോട് പറഞ്ഞാൽ ചില ആവശ്യങ്ങൾ ചിലപ്പോൾ എന്റെ ചെവിയിൽ എത്തിയില്ലാന്ന് വരും. ഇവൻ അഭിമാനിയാണല്ലോ. ശ്രീ, എല്ലാവർക്കും കൊടുക്ക്. എടുക്ക്. കൺഗ്രാറ്റ്സ്. ഋതിക, ഇതാ സ്വീറ്റ്സ്. വേണ്ട. അത് കഴിക്കാനുള്ള യോഗ്യത നിനക്കില്ല. ഋതികയുടെ ഒപ്പം ഞാൻ കോളേജിൽ സീറ്റ് വാങ്ങിക്കൊടുത്ത കുട്ടിയാ ശ്രീ. പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിന്നും ആ കുട്ടി പൊരുതി ജയിച്ചു. ഇവിടെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു ജീവിച്ച നീ എക്സാമിൽ തോറ്റു. എന്റെ വിശ്വസ്തനായ രാജുവിന്റെ അനിയത്തി ഉയർന്ന റാങ്കോടെ പരീക്ഷയിൽ ജയിച്ച് എന്റെ യശസ് ഉയർത്തി. പക്ഷേ നീ എന്റെ ശിരസ് താഴ്ത്തി. ആ കുട്ടിയുടെ വിജയത്തിന്റെ സന്തോഷം സ്വീകരിക്കാൻ നിനക്ക് അർഹതയില്ല. ഞാനും അമ്മയും ഇവിടെ ഒരു കാര്യം പ്ലാൻ ചെയ്ത് നിൽക്കുമ്പോ ഇവളെന്തിനാ ഇവിടെ വന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നേ? പ്രതാപ, നീ സീറ്റ് വാങ്ങിക്കൊടുത്ത കുട്ടി എക്സാമിന് ജയിച്ചു. നിന്നോടതിന് നന്ദി കാണിച്ചേ മതിയാകൂ. അതുപോലെയാണോ ഋതു? ഇവള് നിന്റെ മകളാ. സ്വന്തം മകളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കുക നീ. ഋതുമോള് എക്സാമിന് ജയിച്ചില്ല എന്ന് കരുതി ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവളുടെ നിലയ്ക്കും വിലയ്ക്കും മുന്നിൽ എക്സാമും റിസൾട്ടും ഒന്നും ഒരു സംഭവമേ അല്ല. അത് തന്നെയായിരിക്കും അവളുടെ മനസ്സിൽ. സ്വന്തം നിലയിലും വിലയിലും സമ്പത്തിലും കുടുംബ പേരിലും അല്ല, ജീവിതത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതൊന്നും ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുക. ഞാൻ ഇറങ്ങട്ടെ ഏട്ടാ. ശരി മോളെ. ഋതു, അതെ, നീ എവിടേക്കാ? ശ്രീയുടെ ഒപ്പം കോളേജിലേക്ക്.
ദീപക് നിന്നെ കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യാന്നല്ലേ പറഞ്ഞത്? അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? ദീപകിന് എന്റെ ഫ്രണ്ട്സിനെ ആർക്കും അറിയില്ല. ഞാൻ ദീപകിനൊപ്പം കോളേജിൽ ചെന്നിറങ്ങിയ ദീപക് ആരാണെന്ന് അവരെന്നോട് ചോദിക്കും. അമ്മായിയുടെ മകനാണെന്ന് പറയണം. അങ്ങനെ പറഞ്ഞ പിന്നെ മുറച്ചെറുക്കനാണോ എന്നൊക്കെ ചോദിച്ച് കുട്ടികൾ എന്നെ കളിയാക്കും. രാജു, ശ്രീയെ അവളെ കോളേജ് ഡ്രോപ്പ് ചെയ്യും. ശരി സർ. ഒരു മാഡം. ചേച്ചി, അവൾ വിവാഹപ്രായമായ പെൺകുട്ടിയാണ്. കോളേജിലെ മറ്റു കുട്ടികൾ അവളെ തെറ്റിദ്ധരിക്കുന്നതും പരിഹസിക്കുന്നതും ശരിയല്ല. അതിനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പാടില്ല. വാപ്പു, ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത്? മകളോട് സ്നേഹം ഇല്ലെന്നോ അതോ ഉണ്ടെന്നോ? രണ്ടിലേതായാലും ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയം എടുത്തു കഴിഞ്ഞു. ഋതിക മാഡം നല്ല ചൂടിലാന്ന് തോന്നുന്നു. അല്ല, കാറിനകത്ത് AC ഇട്ടിട്ടും നല്ല ചൂടാണല്ലോ. ആ, ഞാനേ ആ AC ഒന്ന് കൂട്ടിയിടാം. AC കൂട്ടിയിട്ടിട്ടും ചൂട് മാറുന്നില്ല എന്ന് തോന്നുന്നു, ഇല്ലേ? ഈ ചൂട് അങ്ങനെ മാറില്ല. ഇതേ എന്റെ തല പുകയുന്ന ചൂടാ. എന്തു പറ്റി മാഡം? ഹോസ്പിറ്റലിലും പോണോ? രാജു, എന്നെ വീട്ടിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തതും പോരാഞ്ഞിട്ട് ഇനിയും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്താലുണ്ടല്ലോ. മാഡം എന്താ ഈ ഇൻസൾട്ടും ഇറിറ്റേറ്റ് എന്നൊക്കെ പറയുന്നത്? എനിക്കെല്ലാം മനസ്സിലായി. ശ്രീലക്ഷ്മിയെ സ്വീറ്റ്സുമായി കൊണ്ടുവന്നിട്ട് എന്റെ അച്ഛന്റെ മുന്നിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തതും രാജുവിന്റെ പ്ലാൻ ആയിരുന്നില്ലേ? എന്റെ ദൈവമേ, മാഡം എന്താ ഈ പറയുന്നത്? ഇതൊന്നും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് കേട്ടോ. മാഡം അല്ലേ ശ്രീയെ വിളിച്ചു വരുത്തിയത്? അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നവരെ മിണ്ടാതിരുന്നിട്ട് ഇപ്പോ എന്നോട് മാത്രം വഴക്കൂടുന്നത് തീരെ ശരിയല്ല മാഡം. നീ കൂടുതൽ അങ്ങ് സ്മാർട്ട് ആവല്ലേ രാജു? നിന്റെ വിചാരം നീ വലിയ പൃഥ്വിരാജ് ആണെന്നായിരിക്കും. നിന്റെ രാജു എന്നുള്ള പേര് മാറ്റി തെമ്മാടി നാക്കിയ നന്നായിരിക്കും. മാഡം, എന്നെ ഇന്ന് അച്ഛന്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ വഴിയൊരുക്കിയ നിനക്ക് 8ന്റെ പണി കിട്ടും. നീ പെരുവഴിയിൽ നിൽക്കും, നോക്കിക്കോ. പഞ്ചറ. ദൈവമേ, എന്റെ ബ്രാക്കിൽ ഇത്രയും ശക്തി ഉണ്ടായിരുന്നോ? എന്റെ പൊന്ന് ഋതിക മാഡം, ഓരോന്ന് ഊഹിച്ചും ചിന്തിച്ച് കൂട്ടിയും സത്യം അറിയാതെ എന്നെ ഇങ്ങനെ പ്രാകരുത്. അപേക്ഷയാണ്. ഇതിപ്പോ ശരിക്കും പെട്ടത് ഞാനാണല്ലോ. ഇനി എങ്ങനെ സമയത്തിന് കോളേജിലെത്തും? വേഗം ടയർ മാറ്റ്. അതിന് സ്റ്റെപ്പിന് വേണ്ടേ? അതും ഇല്ലേ? ഇനിയിപ്പൊ എന്ത് ചെയ്യും രാജു? സമയം പൊയ്ക്കൊണ്ടിരിക്കുക.
റീ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ ഓർക്കുമ്പോ തന്നെ ടെൻഷൻ ആവുന്നു. കാര്യം അറിയാതെ നിഷ്കളങ്കരായ മനുഷ്യരെ പ്രാഗ്യ ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. മാഡം ടെൻഷൻ അടിക്കണ്ട, ഞാനൊരു ടാക്സി വിളിക്കാം. നമ്മൾ സമയത്ത് കോളേജിലെത്തും. സർ ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ് ഋതിക. ഋതികയ്ക്ക് ഫിസിക്സിന്റെ പേപ്പറല്ലേ പോയത്? അതെ. ഇത്തവണയും എക്സാം ദിവസം സബ്ജക്റ്റ് മാറിപ്പോവില്ലല്ലോ അല്ലേ?